ഹായ്, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഞാനേ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ വീട് പണിയൊക്കെ എടുക്കാൻ വന്ന ഒരാള് എന്നോട് ചോദിച്ചൊരു ചോദ്യം കേട്ടോ. അന്ന് എനിക്ക് അതിന്റെ ഉത്തരവൊന്നും കിട്ടിയില്ല. പക്ഷെ ഇന്ന് ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ കുട്ടികളോടൊക്കെ ഇടയ്ക്ക് ഈ ചോദ്യം ചോദിക്കാറുണ്ട്. പല സ്കൂളുകളിൽ ഇങ്ങനെ കയറി ഇറങ്ങുമ്പോൾ ഓരോ വർഷം എൻ്റെ മുന്നിലെത്തുന്ന കുട്ടികളോട് ഞാൻ ചോദിക്കാറുണ്ട്. കുറെ കഷ്ടപ്പെട്ടിട്ടായാലും കുട്ടികളൊക്കെ ഉത്തരം കണ്ടുപിടിക്കാറുണ്ട്. ആ ചോദ്യം ചോദിക്കാൻ ഞാൻ 3 അമ്പലമുണ്ട്. 3 അമ്പലത്തിന് മുന്നിൽ ഓരോ കുളമുണ്ട്. അതായത് 3 അമ്പലം 3 കുളം. ആ കുളത്തില് നമ്മുടെ കയ്യിൽ കുറച്ച് പൂക്കളുണ്ട്. ആ പൂക്കളുമായിട്ട് നമ്മൾ ആദ്യത്തെ കുളത്തിൽ മുങ്ങി നിവർന്നിട്ട് അതിന്ന് ഒരു നിശ്ചിത എണ്ണം പൂവ് നമുക്ക് 1ാമത്തെ അമ്പലത്തിൽ കൊടുക്കണം. അതിൽ ബാക്കിയുള്ള പൂവായിട്ട് നമ്മൾ 2ാമത്തെ കുളത്തിൽ മുങ്ങണം. അതിന്ന് ആദ്യത്തെ അമ്പലത്തിൽ കൊടുത്ത സെയിം എണ്ണം തന്നെ 2ാമത്തെ അമ്പലത്തിൽ കൊടുക്കണം. ബാക്കിയുള്ള പൂവായിട്ട് 3ാമത്തെ കുളത്തിൽ മുങ്ങി നിവരണം. എന്നിട്ട് 2 അമ്പലത്തിൽ കൊടുത്ത അതേ എണ്ണം പൂവ് തന്നെ 3ാമത്തെ അമ്പലത്തിലും കൊടുക്കണം. നമ്മൾ എത്ര പൂവായിട്ട് മുങ്ങണം? ഇതിൽ ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ എത്ര പൂവായിട്ടാണോ മുങ്ങുന്നത് അതിന്റെ ഇരട്ടി പൂവ് നമുക്ക് കുളത്തുനിന്ന് കിട്ടും. എക്സാമ്പിൾ, 2 പൂവായിട്ട് നമ്മൾ മുങ്ങുന്നെങ്കിൽ നമുക്ക് ആദ്യത്തെ കുളത്തിൽ മുങ്ങി നിവർന്ന 4 പൂവ് കിട്ടും. ആ പൂവിൽ നിന്ന് വേണം 1ാമത്തെ അമ്പലത്തിൽ നമ്മൾ പൂവ് കൊടുക്കാൻ. ആ 3 അമ്പലത്തിൽ തുല്യ എണ്ണം പൂവായിരിക്കണം കൊടുക്കുന്നത്. ഒരൊറ്റ പൂവ് പോലും ബാക്കി ഉണ്ടാവാൻ പാടില്ല. അപ്പൊ നമ്മൾ എത്ര പൂവായിട്ട് മുങ്ങണം, ഓരോ അമ്പലത്തിൽ എത്ര പൂവ് കൊടുക്കണം? ഉത്തരം ഒന്ന് കണ്ടുപിടിച്ചിട്ട് കമന്റ് ചെയ്യണേ.